നല്ല മഴ. ഒരു ഗ്ലാസ് പ്രഥമ കുടിക്കണമെന്ന് തോന്നി. അതിനായിട്ട് ഒരു കവർ അട എടുത്തിട്ടുണ്ട്. ഒരു കവറെന്ന് പറഞ്ഞാൽ 200 ഗ്രാം അട. ഒന്ന് പൊട്ടിച്ചെടുക്കാം. അട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വലിയ പീസൊക്കെയാണ് ചെറുതായിട്ട് ഒടിച്ചിടാം. വെള്ളം തിളച്ച് കിടപ്പുണ്ട്. ഇത് വെള്ളത്തിലോട്ട് ഇടാം. ഇളക്കി കൊടുക്കാം. നല്ലപോലെ വേവിച്ചെടുക്കാം. വേവട്ടെ അട. അട വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര പാനിയാക്കി വെച്ച് അത് ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം അടയ്ക്ക് 200 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കര ഒന്ന് ചൂടാകാൻ വയ്ക്കുക. നല്ലപോലെ ചൂടായിട്ട് അടയിട്ട് കൊടുക്കാം. നല്ലപോലെ തിളക്കട്ടെ. ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അടയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ശർക്കര ഇനി കിടന്ന് അടയിലൊക്കെ നല്ലപോലെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇട്ട് ഇളക്കി കൊടുക്കണം. എന്നാലും ഇതിലെല്ലാം മധുരം പിടിക്കും. നല്ലപോലെ ഇതിൽ കിടന്ന് തിളച്ച് വരട്ടെ. ആ അടയും ശർക്കരയും കൂടെ നന്നായിട്ട് യോജിച്ച് ആ മധുരമൊക്കെ നല്ലപോലെ പിടിച്ച് ഇതുപോലെ പറ്റി വഴറ്റി എടുത്തിട്ടുണ്ട്. നല്ലപോലെ മധുരമൊക്കെ പിടിച്ച് കുറച്ച് സമയം ഇങ്ങനെ കിടന്നപ്പോൾ ശർക്കര വെള്ളമൊക്കെ പറ്റി അടയും രണ്ടും കൂടെ യോജിച്ച് നല്ല ഒരു പരുവായി. ഇനി മൂന്നാമത്തെ പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മൂന്നാമത്തെ പാൽ കുറുകി വരുമ്പം രണ്ടാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. അന്നേരം പെട്ടെന്ന് കുറുകി കിട്ടും. ചവ്വരി നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. അതുകൂടി ഇതിലിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അന്നേരം നല്ലപോലെ നല്ല മണം പിടിക്കും. അന്നേരം നേരത്തെ ഇട്ട് കൊടുക്കാം. സമയത്തിടാൻ നിൽക്കാതെ നേരത്തെ ആ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്താൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് നല്ല മണം വരും. ചവരിയൊക്കെ ഇട്ടപ്പോൾ മൂന്നാം പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി രണ്ടാം പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്താൽ പ്രഥമന് നല്ല രുചി കിട്ടും. ചിലർ പശുവിൻ്റെ പാൽ ചേർക്കും. പക്ഷേ തേങ്ങാപ്പാലാണ് നല്ലത്.
അടപ്രഥമൻ. ഒരു വലിയ തേങ്ങയാണ് എടുത്തത്. 200 ഗ്രാം അടയ്ക്ക് ഒരു വലിയ തേങ്ങ, അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ തേങ്ങയൊന്നും എടുത്തിട്ടില്ല. അത് മതി, നല്ല ടേസ്റ്റായിരിക്കും. വറ്റി വരുമ്പോൾ 1 പാലൊഴിച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഇളക്കി കൊടുക്കാൻ നന്നായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് കൂടുതലൊക്കെ കുറുവിരുന്നാലും കൊള്ളത്തില്ല, കുറച്ച് ലൂസായിട്ടിരുന്നെങ്കിൽ കൊള്ളാവും. ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ആക്കാം. ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട 1 പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ 1 പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൂടുതൽ തിളയ്ക്കാൻ വെച്ചേക്കാതെ ഒന്ന് ചൂടാവുമ്പോൾ വാങ്ങി വയ്ക്കണം. അടപ്രഥമൻ നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. മഴയത്ത് ചൂടോടെ കുടിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് പെട്ടെന്ന് നമുക്ക് 1 അട മതി, കൂടുതലൊന്നും വേണ്ട. ഒരു തേങ്ങ 1 അടയും ഉണ്ടെങ്കിൽ നല്ല രുചിയുള്ള പ്രഥമൻ വയ്ക്കാം. പെട്ടെന്ന് എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാക്കി വയ്ക്കാമെങ്കിൽ നമുക്ക് വെച്ചെടുക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.